നമസ്കാരം. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഈ കുട്ടികളും കുട്ടിത്തവുമെന്നും ഒരു രാഷ്ട്രതന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. എന്നിട്ടും രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുവാൻ ഒരു കുട്ടി വേണ്ടി വന്നു എന്നുള്ളതാണ്. രാഷ്ട്രത്തെ നയിച്ച രാഷ്ട്രപിതാവിനെ ഒരു കുട്ടി നയിക്കുന്ന ചിത്രം കൗതുകകരവും പ്രതീകാത്മകവുമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ ദണ്ഡിയാത്രയിൽ ഗാന്ധിക്ക് ഊന്നുപടിയായ മുളവടിയുടെ ഒരറ്റത്ത് മുന്നിലൊരു കുട്ടിയും പിന്നിൽ ഗാന്ധിജിയും. തന്നെക്കാൾ ഉയരമുള്ള ഈ മുളവടി ഗാന്ധിജിക്ക് എവിടെ നിന്ന് കിട്ടി? ഒരിക്കൽ ചരൽക്കുന്ന് നടന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതൃ ക്യാമ്പിൽ ഈ ചോദ്യം ഒരാൾ ചോദിക്കുകയുണ്ടായി. KC വേണുഗോപാലായിരുന്നു അന്ന് പ്രസിഡന്റ്. ആർക്കും ഉത്തരമില്ലാതിരുന്നതിനാൽ അത്ഭുതം തോന്നിയില്ല എന്നാണ് പറയുന്നത്. കാരണം മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ എന്ന ദ്വിഭാഷാ കവിയും സ്വാതന്ത്ര്യ സമര ഭരണമാണ് ഗാന്ധിജിക്ക് ആ മുളവടി സമ്മാനിച്ചത് എന്നുള്ളതാണ്. നെഹ്റുവിൻ്റെ കുപ്പായത്തിലെ ചെമ്പനീർ പൂവിൽ മാത്രമല്ല ആ വ്യക്തിത്വത്തിലും കുട്ടികളോടും കുട്ടിത്തത്തോടുമുള്ള തിളക്കം ദർശിക്കാമായിരുന്നു എന്നതാണ്. കവിതയും കുട്ടികളും നെഹ്റുവിൻ്റെ കാൽപ്പനിക മനസ്സിനെ തരളതമാക്കിയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ദിരാഗാന്ധിയിൽ കുട്ടിക്കാലത്ത് പോലും കുട്ടിത്തം കുറവായിരുന്നു എന്നുള്ളതാണ്. രാഹുലിലേക്ക് വരുമ്പോൾ സംഗതി വീണ്ടും മാറുന്നു. ചാണക്യന്മാരുടെയും ശകുനിമാരുടെയും ധൃതരാഷ്ട്രന്മാരുടെയും ദുശാസന ദുര്യോധനന്മാരുടെയും നടുവിൽ കുട്ടിത്തവും വിഡ്ഢിവേഷവുമൊക്കെ അങ്ങനെ പലപ്പോഴും അനുഗ്രഹമാകാറുണ്ട്. സോദോം ഗോമോറയിൽ പാപികളെ കൊണ്ട് നിറഞ്ഞപ്പോൾ ദൈവം ഗന്ധകമഴ പെയ്യിച്ചു. ഒരിക്കൽ പാപികളുടെ ആ നഗരത്തിരക്കിലൂടെ ഒരാൾ ഒരു പ്ലക്കാർഡ് ഉയർത്തി നടന്നു പോവുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ എന്നായിരുന്നു അതിലെ എഴുത്ത്. ഇതെന്തുകൊണ്ടാണ് പ്രയോജനമെന്ന് ചിലർ ചോദിച്ചു. മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്താനായില്ലെങ്കിലും താൻ ഇവരിൽ ഒരാളായി മാറാതിരിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത് എന്ന് അയാൾ മറുപടി പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി EK നായനാർ, അദ്ദേഹം ഈ നർമ്മവും കുട്ടിത്വവും ഒക്കെ കണ്ണൂർ ശൈലിയിൽ സംഗമിച്ച് പറയുന്ന ഒരാളാണ്. ഗൗരവത്തിൽ പറഞ്ഞാൽ പുലിവാലും ആകുന്ന പല കാര്യങ്ങളും അദ്ദേഹം ഫലിതത്തിൽ ചാലിച്ച് പറയുമായിരുന്നു അന്ന്. ഫലിതത്തിൻ്റെ ബിഷപ്പായിരുന്ന മാർ ക്രിസോസ്റ്റം തിരുമേനിയിലും ഈ നർമ്മത്തിൻ്റെയും ഒപ്പം തന്നെ കുട്ടിത്തത്തിൻ്റെയും ഒക്കെ അപൂർവ ചേരുവ നമുക്ക് കാണാൻ കഴിയും. പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായി സടകുടഞ്ഞെഴുന്നേറ്റ രാഹുലിൻ്റെ കടന്നാക്രമണത്തെ പ്രധാനമന്ത്രി മോദി ബാലബുദ്ധിയുടെ വിലാപം എന്നാണ് പരിഹസിച്ചത്. ഈ പദങ്ങൾ മറ്റൊരു തലത്തിൽ രാഹുലിന് അണിയിക്കപ്പെട്ട പൂമാലയായും കരുതാം. ബാലത്വം, ബുദ്ധി, വിലാപം, ഇത് മൂന്നും ഒരാൾ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തീക്ഷ്ണ സത്യങ്ങളാണെന്ന് പറയുന്നു. ആജീവനാന്തം കുട്ടിത്തം, കൂർമ്മബുദ്ധി, കരയുവാനുള്ള ശേഷി, ഇതൊക്കെ കൂട്ടിനുണ്ടാകുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് പറയട്ടെ. നെഹ്റുവും ഇന്ദിരയും രാജീവും രാഹുലിൽ പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസ്സുകാർ പാരമ്പര്യം എന്നത് വിലക്കെടുക്കാനാകാത്ത ഒരു അനുഗ്രഹമാണ്. രാഹുലിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള അജ്ഞാതവാസവും ജനങ്ങൾക്കിടയിലെ ലഹരി ആസ്വദിക്കുന്ന പ്രകൃതവും മോദിയെപ്പോലും നനച്ചിരിക്കാതെ ആലിംഗനം ചെയ്യുന്ന മനസ്സും നൽകുന്ന സൂചനകൾ പ്രത്യാശാ നിർഭരമത്രേ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കരുത്തനോട് ഏറ്റുമുട്ടി വിജയിച്ച ആ കരുത്തുകൂടി സ്വായത്തമാക്കാൻ പോകുന്ന പാടവമാണ് രാഹുലിൽ ഇന്ത്യ എന്ന് പ്രതീക്ഷിക്കുന്നത്. കട്ടയ്ക്ക് നിൽക്കുന്ന ഭരണപ്രതിപക്ഷങ്ങളാണ് ജനാധിപത്യത്തിൽ ജനഹിത സംരക്ഷണത്തിന് നന്നാവുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എളുപ്പത്തിൽ കീഴടക്കാവുന്ന ഒരു ഗരിമയല്ല മോദിക്കുള്ളത് എങ്കിൽ കൂടിയും രാഹുലിനെ അങ്ങനെ വെറുതെ തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ 10 വർഷക്കാലം മോദിയും കൂട്ടരും നടത്തിയത് അത്തരത്തിലൊരു തള്ളിക്കളയിലും പപ്പു എന്നുള്ള പരിഹാസവുമായിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം ഉയർന്നപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുവാനും ആ പേരിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദത്തിൻ്റെ, അധികാരത്തിൻ്റെ, പദവിയുടെ ആ മാന്യത വളരെ കൃത്യമായി സൂക്ഷിക്കുവാനും പൊട്ടിത്തെറിക്കുവാനും കഴിയുന്ന ഒരു ക്ഷിപിത യവനമായി മാറുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ ബാലബുദ്ധി എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിക്കളയരുത്. ബാലബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമരുത്. കാരണം ഇത്രയും നാൾ കാണാത്ത ഒരു വ്യക്തിത്വത്തിനുടമയായി രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ മാറിയിട്ടുണ്ട് എങ്കിൽ, നനച്ചിരിക്കാതെ BJPയെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിനുള്ളിൽ നമ്മൾ ചിലത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതായത് ഇങ്ങനെ വളരെ മാന്യമായി പ്രവർത്തിക്കുകയും ഒന്നും മിണ്ടാത്തവനായി കഴിയുകയും ചെയ്യുന്ന കാലങ്ങളിൽ നിന്ന് സടകുടഞ്ഞെണീറ്റുകൊണ്ട് ഒപ്പം തന്നെ ഈ ജനങ്ങൾ എന്നോടൊപ്പമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഈ പ്രസ്താവനകളെയും അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളെയും ബാലബുദ്ധി എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അത് രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു തന്ത്രം തന്നെയാണ്. ആ തന്ത്രത്തിൽ മോദിയും കൂട്ടരും വീണുപോയാൽ വരുന്ന തിരഞ്ഞെടുപ്പ് ഈ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് മോദിയും കൂട്ടരും മനസ്സിലാക്കേണ്ടത് രാഹുലിൻ്റെ ഈ കുട്ടിത്വത്തെയല്ല. കുട്ടിത്വം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യം നൽകിയ സൂചനകൾ. കുട്ടിത്വവും ബുദ്ധിയും കരയുവാനുള്ള ശേഷിയും ഒക്കെ ഒരു മനുഷ്യൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, എല്ലാ കാലവും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ കുട്ടിത്തം എന്ന് പറയപ്പെടുന്ന ഞാൻ മാർ ക്രിസോസ്റ്റം എന്ന് സൂചിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാവരുടെ ഉള്ളിലും അത്തരത്തിൽ ഉറങ്ങുന്ന ഒരു കുട്ടിത്തമുണ്ട്. നമുക്കറിയാമല്ലോ, മുൻപത്തെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരടക്കം എന്തും ഫലിതത്തിൽ പറയുന്ന ശുദ്ധനായ ഒരു മനുഷ്യൻ. അദ്ദേഹം അടക്കം ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയത്, കുടിയേറി പാർത്തത് ഒക്കെ ഈ നർമ്മത്തിൻ്റെ കുട്ടിത്തമുള്ളത് കൊണ്ടാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെ വളരെ ഈസിയായി ചിലപ്പോൾ ഒരു
കടന്നുകയറ്റം നടത്താൻ കഴിയുന്ന വ്യക്തിയായി രാഹുൽ ഗാന്ധി മാറാൻ അധിക നാൾ വേണ്ട എന്ന് കൂടി പറയട്ടെ. അതുകൊണ്ട് മോദിയും കൂട്ടരും അമിത്ഷായും രാജ്നാഥ് സിംഗും അടങ്ങുന്ന വലിയ കേന്ദ്ര ക്യാബിനറ്റ് അല്ലെങ്കിൽ BJPയുടെ നേതാക്കൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയെ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. രാഹുൽ ഗാന്ധി വെറുമൊരു പപ്പുവല്ല എന്ന് മനസ്സിലാക്കുക. രാഹുൽ ഗാന്ധിയെ ഇപ്പോഴും പപ്പു എന്ന് കരുതി അല്ലെങ്കിൽ ബാലബുദ്ധിക്കാരനാണ് എന്ന് കരുതിയാണ് BJPയുടെ നേതാക്കളെല്ലാം ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അടിമുടി മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ചിന്തകൾ മാറിയിരിക്കുന്നു, പ്രവൃത്തികൾ മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി പാടെ മാറിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള അധികാരത്തിലേക്ക് ഒരു നേതാവെത്തുമ്പോൾ എന്തൊക്കെ തനിക്ക് ചെയ്തു കൂട്ടാമെന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനീ പറഞ്ഞത്, കുട്ടിത്തമുള്ള ഒരു നേതാവായി അദ്ദേഹം നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഇടയിൽ ഇത്രയും സ്വീകാര്യനായി തീരുവാൻ അധിക നാൾ അദ്ദേഹത്തിന് വേണ്ട എന്നുകൂടി പറയട്ടെ.